ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടാരറ്റ് എക്സ്പിറേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സോൾമേറ്റ് ആരാണ്, പ്രസന്റ്ലി നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആണോ അല്ലയോ, അവരുടെ എനർജി വൈബ്രേഷൻസ് എന്താണ്, ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് റീഡിംഗ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ തുറന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നതായിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ പൈല് സെലക്ട് ചെയ്യുക. എങ്ങനെയാണ് പൈല് സെലക്ട് ചെയ്യുക എന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സന്റെ എനർജി കണക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർഡ് ഏതാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന കാർഡ് ഏതാണ്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എനർജി ഏതാണ്, നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണർ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു എനർജി ഉണ്ടാവല്ലോ, ആ ഒരു എനർജിയെ മനസ്സിൽ വിചാരിച്ചിട്ട് ഏത് കാർഡാണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് പൈൽ നമ്പർ 1ഉം ഇത് പൈൽ നമ്പർ 2 ആയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ ഒരു ചാനലിൽ നമ്മൾ നമ്മുടെ പാർട്ട്നേഴ്സിന്റെ എനർജീസ് എന്താണ്, കറന്റ് ഫീലിങ്സ് എന്താണ്, നമ്മുടെ ഫ്യൂച്ചർ വൈബ്രേഷൻസ് എന്താണ്, നമ്മുടെ ഹീലിംഗ് മൊഡാലിറ്റീസ് എന്തൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ബെറ്റർ ആക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ആവശ്യമുണ്ട് എന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റീഡിങ്ങോ നിങ്ങൾക്ക് ഹീലിംഗ് വൈസ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്റ്റോൺസ് ആൻഡ് എലഗൻസ് എന്ന സൈറ്റിൽ പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് എനർജൈസ്ഡ് ബ്രേസ്ലെറ്റ്സ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പൈല് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഗൈസ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഹേ ഗൈസ്, നിങ്ങളുടെ ഫസ്റ്റ് പൈലായിട്ടുള്ള നമ്മുടെ ബാലൻസിങ് എനർജി എന്ന കാർഡാണ് നിങ്ങൾക്ക് അട്രാക്റ്റീവായി തോന്നിയിട്ടുള്ളത് എങ്കിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് എനർജീസ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡൻസ്. ഫൈവ് ഓഫ് സോർഡ്സ് എനർജിയാണ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത്. ദെൻ ടവർ എനർജി കിട്ടിയിട്ടുണ്ട്. ആൻഡ് പ്ലീസ് ഗൈഡൻസ് എംപ്രസ് എനർജി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടുള്ള വ്യക്തിയുടെ എനർജി അനുസരിച്ച് ഈ ഒരു പേഴ്സൺ നല്ല റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു ഡെസിഷൻ എടുത്താൽ ആ ഒരു ഡെസിഷനാണ് പക്കാ പെർഫെക്റ്റ്, അത് നമ്മൾ അനുകൂലിക്കണം എന്ന കൈൻഡ് ഓഫ് എനർജി ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ആളാണ്. പെട്ടെന്ന് ചില കാര്യങ്ങളിൽ ബോറടിച്ചു പോകുന്ന ആളാണ്. ഇവർക്ക് മാറ്റമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ അവരുടെ ഒപ്പീനിയൻസിന് പ്രാധാന്യം കൊടുക്കുന്ന, അവരെ ലിസൺ ചെയ്യുന്ന, അവരെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അല്ലാതെ നമ്മുടെ കാര്യം അങ്ങോട്ടേക്ക് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കാനൊന്നും അവർക്ക് സമയമില്ല. പക്ഷെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നാലും നമ്മൾ സന്തോഷത്തോടുകൂടി ഫസ്റ്റ് ടൈം കേൾക്കുന്നത് എക്സൈറ്റ്മെന്റിൽ കേട്ടിരിക്കുകയാണെങ്കിൽ നമ്മളോട് അവർക്ക് താല്പര്യം ഉണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളോട് നിങ്ങളുടെ പേഴ്സണ് താല്പര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തന്റെ സ്റ്റാൻഡ് വളരെ ശക്തമാക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതുപോലെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും എന്ന് വിശ്വസിക്കരുത്. അത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കില്ല, എന്നാലും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു 1-2 പടികൾ താഴ്ന്നു നിൽക്കാനേ താല്പര്യപ്പെടുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് പോസിബിൾ അല്ല. ഇഷ്ടപ്പെടാത്തവരോട് കട്ടയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ, ഹി ഓർ ഷീ, അവർക്കുള്ളത്. ഇപ്പോൾ ഈ ഒരു പേഴ്സൺ അതുപോലെ തന്നെ ഭയങ്കര സ്നേഹമാണെങ്കിൽ ആ ഒരു പേഴ്സൺ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. അതുപോലെ തന്നെ ഭയങ്കരമായ ദേഷ്യമാണെങ്കിൽ അതും ആ ഒരു എക്സ്ട്രീം ലെവലിൽ ഈ ഒരു വ്യക്തി എക്സ്പ്രസ് ചെയ്യും. ഒന്നും മനസ്സിൽ ഒളിപ്പിച്ചു വെക്കില്ല, ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിരിക്കും. പക്ഷെ ലവിന്റെ ആ ഒരു കാര്യത്തിൽ ട്രാൻസ്പെറൻസി നല്ലതാണെങ്കിലും ഈ ഒരു പേഴ്സണ് ആങ്കർ ഇഷ്യൂസ് ഉണ്ടായേക്കാം. സഡൻ ആയിട്ട് ആലോചിക്കാതെയും ചിന്തിക്കാതെയും സ്റ്റെപ്പുകൾ എടുക്കുകയും വായിൽ തോന്നുന്ന വാക്കുകൾ വളരെ ലൗഡ് ആൻഡ് ഹാർഷായിട്ട് പറയുകയും ചെയ്തേക്കാം. അതുപോലെ തന്നെ മെയിൽ എനർജി ആണെങ്കിൽ ആ ഒരു പേഴ്സൺ കുറച്ച് സ്റ്റൈലിന് പ്രാധാന്യം കൊടുക്കുന്ന, കുറച്ച് ഗുഡ് ലുക്കിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളായിരിക്കാം. ജാക്കറ്റുകൾ ധരിക്കാൻ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ തനിക്ക് ചേരുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ താല്പര്യപ്പെടുന്ന, പൊതുവെ ഡാർക്ക് കളർ വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് ഒരു വ്യക്തി ആയിരിക്കാം. ഹെയർസ് കളർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഓരോ ട്രെൻഡിനനുസരിച്ച് ഹെയർ സ്റ്റൈലുകൾ മാറ്റാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയായിരിക്കാം. താടിയും മീശയും ഒക്കെ വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിലും എപ്പോഴും ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആൻഡ് ഫീമെയിൽ എനർജി ആണെങ്കിൽ ഭയങ്കര ഒരു പ്ലീസ്ഡ് എനർജി ആയിരിക്കും, വളരെയധികം അട്രാക്റ്റീവ് ആയിരിക്കും കാണാൻ. പൊതുവെ ഒരു കാം ആയിട്ടുള്ള ടോണുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും.
തന്നെ വളരെയധികം കെയർ ചെയ്യുന്ന, അതായത് സെൽഫ് കെയർ ഒത്തിരി ചെയ്യുന്ന, മേക്കപ്പ് ഇടാൻ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ തന്റെ നാച്ചുറൽ ബ്യൂട്ടിയെ സംരക്ഷിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കാൻ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ കുറച്ചൊക്കെ ശരീരത്തെ എക്സ്പോസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, സാധാരണ കൈൻഡ് ഓഫ് രീതിയിലെ ഡ്രസ്സസ് ഇല്ലേ, അതൊക്കെ ധരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒത്തിരി ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഷോർട്ട് ഹെയർ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗണിഷ് കളർ ഹെയർ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുടി കളർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയായിരിക്കാം. കൈകളിൽ ബ്രേസ്ലെറ്റുകൾ ഇടാൻ താല്പര്യപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് എനർജിയാണ്. ലിപ്സ്റ്റിക് ധരിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അത് മേക്കപ്പ് ഇടാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ്. തന്റെ ഫിറ്റ്നസിനെയും കൂടി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഹെൽത്ത് എപ്പോഴും ഇച്ചിരി വീക്ക് ആയിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സണ് ചേഞ്ച് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണെ നമ്മൾ ബോറടിക്കാതെ, ആ ഒരു പേഴ്സണ് മടുപ്പ് തോന്നാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ആൻഡ് എനിക്ക് തോന്നുന്നു അതൊരു ടാസ്ക് ആയിരിക്കും. അതായത് നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ബുദ്ധിമുട്ടും. അവരുടെ എനർജി ഹൈ ആയിരിക്കും. ആ ഒരു എനർജിയിൽ നിന്ന് നമ്മൾ ലോ എനർജിയിലേക്ക് പോയാൽ പെട്ടെന്ന് തന്നെ അവർ നമ്മുടെ അടുത്ത് നിന്ന് മടുപ്പ് തോന്നാനുള്ള, ഇതിനകത്ത് സ്പാർക്ക് ഒന്നും ഇല്ല എന്നൊരു എനർജിയിലേക്ക് പെട്ടെന്ന് അവർ പോകും. അതുപോലെ എന്ത് സാധനം തിരഞ്ഞെടുത്താലും എനിക്ക് തോന്നുന്നു കുറച്ച് യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. കുറച്ച് എല്ലാവരെക്കാൾ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് എനിക്ക് തോന്നുന്നു പുറത്തേക്ക് പോകാനും കറങ്ങാനും ഒക്കെ താല്പര്യപ്പെടുന്ന ഒരു എനർജി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു പാർട്ടി ആനിമൽ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചൈൽഡിഷ് എനർജി ആയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ച് മെച്ചുവർ എനർജിയിൽ ഇരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഒന്നുകിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ താല്പര്യപ്പെടും, ഇല്ലെങ്കിൽ കണ്ടാൽ നമുക്ക് ഗുഡ് ലുക്ക്, ബ്രാൻഡഡ് അല്ലെങ്കിലും കണ്ടാൽ ഗുഡ് ലുക്കിംഗ് ആണെന്ന് തോന്നുന്ന വസ്ത്രങ്ങൾ ധരിക്കാനായിരിക്കാം ഇൻട്രസ്റ്റ് ഉണ്ടാവുക. താൻ മറ്റുള്ളവരെക്കാൾ കുറച്ച് വ്യത്യാസപ്പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ തന്റെ ലൈക്സ് കുറച്ചും കൂടി യുണീക്ക് ആണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളായിരിക്കാം. ആൻഡ് ഓൾസോ ഈ ഒരു ടവർ കാർഡ് ഒന്നും മാറാനും എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ടവർ കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ ഒരു പേഴ്സൺ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ ഇഷ്ടം പോലെ തല്ലും ഓൺ ആൻഡ് ഓഫ് കണക്ഷനും ആയിരിക്കാം. അവസാനം വഴക്കടിച്ചടിച്ച് ഈ ഒരു പേഴ്സണെ സ്നേഹിക്കേണ്ടായിരുന്നു എന്ന് പലപ്പോഴും നിങ്ങൾക്ക് തോന്നിപ്പോകും. പക്ഷെ എന്നാലും ഡിറ്റാച്ച് ആവാൻ പറ്റില്ല. ആൻഡ് നിങ്ങളുടെ കണക്ഷനിൽ ഉടനീളം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ലെസ് കോണ്ടാക്ട്, കുറെ കഴിയുമ്പം വരിക, വേറെ ആൾക്കാരുടെ പിറകിലേക്ക് പോകും, ഇൻട്രസ്റ്റഡ് ആകും. അത് കഴിയുമ്പോഴത്തേക്ക് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും, നിങ്ങളുടെ വില മനസ്സിലാക്കി വീണ്ടും ഓരോ സൈക്കിളിലേക്ക് കടക്കും. വീണ്ടും നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകും, നിങ്ങൾ രണ്ടുപേരും വേണ്ട എന്ന് വിചാരിക്കും. ദെൻ എഗെയിൻ നിങ്ങൾ കോപ്പപ്പ് ആവും, തിരിച്ചു വരും. അങ്ങനത്തെ ഒരു അപ്പ് ആൻഡ് ഡൗൺ, ലെസ് കോണ്ടാക്ട്, നോ കോണ്ടാക്റ്റിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ എനർജി, അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. കാരണം ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു റോളർ കോസ്റ്റർ പോലെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ എത്രത്തോളം ക്ലാരിറ്റി നേടാൻ ശ്രമിക്കോ അത്രത്തോളം ഇവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ അഥവാ നിങ്ങളുടെ സോൾമേറ്റ് എനർജിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്ട്രെസ്സും ആൻസൈറ്റിയും അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ എനർജി അനുസരിച്ച് നിങ്ങൾ അനുഭവിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവരൊരു സ്ട്രെങ്ത് കാർഡും ഇൻഫിനിറ്റ് ലൂപ്പും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമോഷണലി ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ വളരെയധികം ഡിപ്പെൻഡന്റ് ആയിരിക്കില്ല. സ്വന്തമായിട്ട് തന്റെ സ്ട്രെങ്ത്തുകൾ മനസ്സിലാക്കി, തന്റെ വീക്ക്നെസ്സും മനസ്സിലാക്കി സ്വയം പല പരിതസ്ഥിതിയിലും പിടിച്ചു നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പേഴ്സൺ ആണ്. അത് ഹി ആണെങ്കിലും ഷീ ആണെങ്കിലും. അതുകൊണ്ട് തന്നെ വീട്ടുകാരോടും അത്രത്തോളം അഫെക്ഷനേറ്റ് ആയിരിക്കാനുള്ള സാധ്യതയില്ല. അത് അഫെക്ഷനേറ്റ് ആയാലും അങ്ങോട്ടേക്ക് കൊടുക്കുന്നതല്ലാതെ വീട്ടിൽ നിന്ന് സപ്പോർട്ടോ ഡിപ്പെൻഡൻസിയോ മേടിക്കുന്നതായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലോകം, അവരുടേതായിട്ടുള്ള ഒരു സ്പേസ്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരാളിൽ മാത്രമാണ് തന്റെ സന്തോഷം അല്ലെങ്കിൽ അവളുടെ സന്തോഷം എന്ന് പറഞ്ഞ് ഒതുങ്ങാൻ തയ്യാറല്ലാത്ത, തന്റെ സന്തോഷം തന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ താൻ ചെയ്യും എന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതുപോലെ ജീവിതത്തിൽ പല സാഹചര്യത്തിലും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളുണ്ട്, അവരുടേതായിട്ടുള്ള വേ ഉണ്ട്. ആ ഒരു രീതിയിൽ പോയാൽ മാത്രമായിരിക്കും അവർക്ക് താല്പര്യപ്പെടുന്നത്. അതിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടായാൽ അത് അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും.
അതുപോലെ മേ ബി നിങ്ങളുടെ പേഴ്സണ് പാർട്ടി ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കാം, ട്രാവൽ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കാം, ദൂരെ പോയിട്ട് സ്റ്റേ ചെയ്യാൻ, അവിടുത്തെ അറ്റ്മോസ്ഫിയറുകൾ അനുഭവിക്കാൻ, ഡെസേർട്ട്, മൗണ്ടൻ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകാൻ താല്പര്യം ഉണ്ടായിരിക്കാം. കുറച്ചും കൂടി നേച്ചർ ക്ലോസ് ആയിട്ടുള്ള ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം. നേച്ചറുമായിട്ട് ഓൾവേസ് കണക്ട് ചെയ്യാനാണ്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ വീട്ടിൽ പ്ലാന്റ്സ് കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ആനിമൽസിനെ പാമ്പർ ചെയ്യാനൊക്കെ ഈ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മോർ ഓവർ വളരെയധികം ലക്ഷറി ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഹാപ്പി ലൈഫ് അട്രാക്ട് ചെയ്യാൻ ഈ ഒരു പേഴ്സൺ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് താൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും തനിക്ക് ലഭിക്കണം എന്നുള്ള കൈൻഡ് ഓഫ് എനർജിയിൽ, ആ ഒരു എനർജിയിലാണ് ഒരു പേഴ്സൺ നിൽക്കുന്നത്. തന്റെ ഓവറോൾ എനർജി ബാലൻസ്ഡ് ആയിരിക്കണം. താൻ വിരൽ ഞൊടിച്ചാൽ പല ലക്ഷറീസ് ആയിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ലൈഫിലെ കാര്യങ്ങളും തനിക്ക് വന്നു ചേരണം. പക്ഷെ മറ്റൊരാളുടെ പാർട്ട്ണർഷിപ്പോട് കൂടി വളരണമെന്നല്ല, സ്വയം വളരണം. സ്വയം തന്റെ നീഡും ഡിസയറും കംപ്ലീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാകണം. അതുപോലെ തന്നെ ഒരു പരിധിവരെ എനിക്ക് നിങ്ങളുടെ കണക്ഷനേക്കാൾ കൂടുതൽ ഈ ഒരു പേഴ്സൺ തന്റെ വർക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിനും മെറ്റീരിയലിസ്റ്റിക് ലൈഫിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചുരുക്കത്തിൽ പറഞ്ഞ, ജീവിതത്തിൽ ആരുടെയും ആവശ്യം ഇവർക്കില്ല. പക്ഷെ നിങ്ങളിലുള്ള ഒരു അട്രാക്ഷൻ കാരണം, അതുപോലെ തന്നെ നിങ്ങളുടെ സോൾമേറ്റ് ആയതുകൊണ്ട്, ഈ ഒരു പേഴ്സന്റെ സോളാർ പ്ലക്സസ് ചക്ര നിങ്ങളുമായിട്ട് അട്രാക്റ്റഡ് ആയിരിക്കുന്നത് കൊണ്ടും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് കുറച്ച് പരിഗണന തന്നാലായി. പക്ഷെ കുറച്ചൊക്കെ ഒരു ആറ്റിറ്റ്യൂഡും ഈഗോയും ഉള്ള ആളാണ്. നിങ്ങളോടും ആ ഒരു ഈഗോയും ആറ്റിറ്റ്യൂഡും, ഫോർ ഓഫ് പെന്റിക്കിൾസ്, ഇംബാലൻസ്ഡ് എനർജിയും കാണിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എല്ലാം എന്റെ സക്സസ്, എന്റെ കാശ്, എനിക്കിഷ്ടം, എന്റെ ലൈഫ്, ഇങ്ങനത്തെ വാക്കുകൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സന്റെ അടുത്ത് നിന്ന് കേൾക്കാൻ സാധിക്കും. അവരുടേതായിട്ടുള്ള ആ ഒരു ഈഗോ ട്രിഗർനെസ് ആണത്. ആൻഡ് നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ ഇത്രത്തോളം, ഈ ഒരു പേഴ്സന്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് വളരെയധികം അട്രാക്റ്റഡ് ആയിരിക്കാം. ആൻഡ് നിങ്ങൾ ഓൾവേസ് ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് കോളോ പാമ്പർനെസ്സോ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കരുതൽ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് എത്ര തന്നെ പുഷ് ചെയ്താലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കമ്പിപ്പാര പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എനിക്ക് കാണുന്നത്. അല്ലെങ്കിൽ അത്രത്തോളം ഈ മനസ്സിൽ ഒരു ഇമോഷനും ഇല്ലാത്ത ഒരു വ്യക്തിയെ പോലെ പലപ്പോഴും ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കാരണം നമ്മൾ അങ്ങോട്ടേക്ക് ഇമോഷൻ ഷെയർ ചെയ്യാൻ ശ്രമിച്ചാലും, ഇപ്പൊ പറയില്ലേ, അനങ്ങാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഇമോഷൻസ് കാണിച്ചാലും അവിടെ നിന്ന് ഒരു അലിവും ഉണ്ടാകില്ല എന്ന കൈൻഡ് ഓഫ് എനർജി ഇല്ലേ, അതൊക്കെയാണ് ഈ ഒരു പേഴ്സണിൽ പലപ്പോഴും കാണിക്കുന്നത്. ഈ ഒരു എന്തെങ്കിലും ഒരു കാരണം വെച്ചാൽ ഈ ഒരു വ്യക്തി സോഫ്റ്റ് ആകുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളോട് അത്രത്തോളം ആ ഒരു പേഴ്സണ് ഡിയറസ്റ്റ് ആയതുകൊണ്ടാണ്. എന്നാലും നല്ല മൂഡിലിരിക്കുമ്പോൾ റൊമാൻറ്റിക് ആയിട്ട് പല കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓവർ എക്സ്പ്രസീവ് ആവും ചില സമയങ്ങളിൽ. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ എന്നൊരു വ്യക്തി ഉണ്ടെന്നോ, അല്ലെങ്കിൽ നമ്മൾ എന്നൊരു വ്യക്തിയെ സ്നേഹിച്ചിരുന്നെന്നോ, അല്ലെങ്കിൽ ഈവൻ നമ്മളെ മിസ് ചെയ്യുന്ന എനർജി പോലും കാണാറില്ല. അത്രത്തോളം ഒരു ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റാലിക് മൈൻഡ് ആയിട്ട് ഈ ഒരു പേഴ്സൺ മാറും എന്ന കൈൻഡ് ഓഫ് എനർജിയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ സോൾമേറ്റിന്റെ നേച്ചറാണ്. അതുപോലെ ആൾക്കാര് ഉള്ളപ്പോ ഭയങ്കര ഇടപഴകുന്ന ഒരു വ്യക്തിയെ പോലെ ആയിട്ടിരിക്കുമെങ്കിലും ഈ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ പലപ്പോഴും അയാൾ ഒരു പോസ് എടുക്കും. ആ സമയത്ത് ആരെയും കൂട്ടത്തില്ല, ടോട്ടലി ഒറ്റപ്പെട്ട ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കും. അപ്പോഴായിരിക്കും ഈ ഒരു പേഴ്സണ് വളരെയധികം ഒരു മാനസിക സുഖം കിട്ടുന്നുണ്ടാവുക. നിങ്ങളെന്ന് പറയുന്നത് അതുപോലെ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആണെങ്കിലും പ്രൊഫഷണലി ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ ജീവിതത്തിൽ ഈ ഒരു പേഴ്സൺ അതൊരു സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പരിധി വരെ ആ സ്വപ്നത്തിന്റെ പിറകെ പോകാനും തന്റെ പാഷനെ തന്റെ ജീവിതത്തിൽ കൊണ്ടുവരാനുമാണ് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നത്. അപ്പൊ പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഒത്തിരി സമയം എടുത്തേക്കാം, ബിക്കോസ് തന്റെ ഗോൾസും തന്റെ പാഷനും വളരെയധികം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അത് നിറവേറ്റിയിട്ട് അടുത്ത ഘട്ടമാണ് റിലേഷൻഷിപ്പ് എന്നതെന്നാണ് പലപ്പോഴും ഈ ഒരു പേഴ്സന്റെ വിചാരം. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ആർമി അല്ലെങ്കിൽ പോലീസ് അങ്ങനെയുള്ള കൈൻഡ് ഓഫ് രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കുന്ന കൈൻഡ് ഓഫ് കരിയറിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. പെട്ടെന്ന് തന്നെ തന്റെ ലൈഫ് സെറ്റിൽ ആകാൻ ആഗ്രഹിക്കുന്ന, വളരെ സ്റ്റെബിലിറ്റി കിട്ടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം. സോ അങ്ങനെയുള്ള ആംഡ് ആയിട്ടുള്ള ജോലികളിൽ ചെല്ലാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഗവൺമെന്റ് സെക്ടറുകളിൽ കയറാൻ താല്പര്യപ്പെടുന്ന ആളായിരിക്കാം ഹി ഓർ ഷീ. അവരുടെ അത് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് എനർജി ആയിരിക്കാം. മേ ബി ഈ ഒരു പേഴ്സന്റെ എനർജി 4 ആയിരിക്കാം, 3 ആയിരിക്കാം, 7 ആയിരിക്കാം, 9 ആയിരിക്കാം, 8 ആയിരിക്കാം.
ഓക്കെ, ആൻഡ് ഓൾസോ 5 ആയിരിക്കാം. അപ്പോൾ ഈ കൈൻഡ് ഓഫ് നമ്പേഴ്സ് ആ ഒരു പേഴ്സന്റെ കൈൻഡ് ഓഫ് കിങ് നമ്പറോ ക്യൂ നമ്പറോ ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് തന്നെ കിട്ടണം, നിങ്ങൾ അവരെ ഇത്ര സമയം മേ ബി വിളിച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം അവർ നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് അവരെ വിളിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവരിപ്പോൾ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വിളിച്ചാൽ ആ കൃത്യസമയത്ത് വിളിച്ചിരിക്കണം, വേറെ ആരെയും ആ സമയത്ത് വിളിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് കുറച്ചൊരു റെസ്ട്രിക്ഷൻ ഉള്ള ഒരു എനർജിയാണ്. ഓക്കെ, മേ ബി ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് ചൈൽഡ്ഹുഡിലേ ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി വർക്ക് സൈഡിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, സോഷ്യൽ മീഡിയ കണക്ഷൻ ആയിരിക്കാം, ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം, അതിനുശേഷം നിങ്ങളുടെ അടുത്ത് ഇഷ്ടപ്പെട്ടതുമാകാം. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി വളരെ നന്നായി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ വൈബ്രേഷൻ എറിസ്, ലിയോ, സജറ്റേറിയസ് ഫയർ സൈൻ എനർജിയിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് പൈസസ് എനർജി, വാട്ടർ എനർജി നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ വീണ്ടും എനിക്ക് പിന്നെയും ഫയർ എനർജി മനസ്സിലാവുന്നുണ്ട്. എർത്ത് എനർജി ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ എർത്ത് എനർജി എത്രത്തോളം എനിക്ക് ഭയങ്കരമായി തോന്നുന്നില്ല. എന്നാലും കാപ്രിക്കോൺ എനർജിയും വെർഗോ, ടോറസ് എനർജിയും കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോൾമേറ്റിന്റെ കൂടെ നിങ്ങൾക്ക് പോകണം, അല്ലെങ്കിൽ പ്രസന്റ്ലി നിങ്ങൾ ഈ ഒരു പറയുന്ന കൈൻഡ് ഓഫ് ക്യാരക്ടർ ഉള്ള വ്യക്തിയുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ അവരെ പോലെ അടുക്കും ചിട്ടയുമുള്ള അവർ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് പ്രയോറിറ്റി നിങ്ങളും കൊടുത്താൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി സ്മൂത്തും ബാലൻസിങ്ങുമായി പോകും. പക്ഷെ അതിൽ നിന്ന് വിരുദ്ധമായി ചിന്തിക്കാനും നിങ്ങൾ നിങ്ങളുടേതായിട്ട് ഫെമിനിൻ അവകാശങ്ങളോ അല്ലെങ്കിൽ മറ്റ് കൈൻഡ് ഓഫ് അവകാശങ്ങളോ ചോദിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ക്ലാഷുകൾ ഉണ്ടാകാം. അതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അറിഞ്ഞു തന്നാൽ അവർ സന്തുഷ്ടരാണ്, കംഫർട്ടബിൾ ആണ്. പക്ഷെ നമ്മൾ ചോദിച്ച് മേടിക്കാൻ നിന്നാൽ തരേണ്ട പല കാര്യങ്ങൾ പോലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നില്ല എന്ന് വരാം. അതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആൻസൈറ്റിയും, ട്രോമയും, വിഷമങ്ങളും, സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും. ഹീലിംഗും അതോടൊപ്പം നിങ്ങൾക്ക് ഉണ്ടാവും, റിക്കവറിയും നിങ്ങൾക്ക് ഉണ്ടാവും. ഫ്രം ദിസ് സ്റ്റേറ്റ് ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഈ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കും എന്നതാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ കുറെ സൈക്കിൾ കടന്ന് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ മാത്രമേ ആ ഒരു ഇതിലേക്ക് എത്തുകയുള്ളൂ. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പലതും ടീച്ച് ചെയ്യാനാണ് വരുന്നത്, നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാനാണ് വരുന്നത്. അതായത് ഈ ഇങ്ങനൊരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണിൽ നിന്ന് വളരെ ബാലൻസ്ഡ് എനർജി ഉള്ള ഒരു പേഴ്സണിലേക്ക് മാറാൻ ആണ്. അതായത് വെറും ഒരു കുട്ടിയിൽ നിന്ന് ഒരു ക്യൂൻ അല്ലെങ്കിൽ ഒരു കിങ് ആകാനാണ് ഈ ഒരു പേഴ്സൺ അങ്ങനെ മോൾഡപ്പ് ചെയ്യുക എന്നതാണ് ഈ ഒരു പേഴ്സന്റെ മിഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് എനർജി വൈബ്രേഷൻ ഇങ്ങനെയാണ് കാണുന്നത്. പേഴ്സൺ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും, നിങ്ങളുടെ സോൾമേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു പേഴ്സന്റെ ഫീച്ചർ ഇങ്ങനെയാണ് കാണുന്നത്. ആൻഡ് നിങ്ങൾ പ്രസന്റ് വൈബ്രേഷൻ ഈ ഒരു പേഴ്സണുമായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കണ്ടു, ഈ ഒരു കണക്ഷനിൽ ഓൾറെഡി സ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രപ്പോസലോ മാരേജോ നിങ്ങൾക്ക് ഈ ഒരു 2025-26 ആ ഒരു ടൈം ഡ്യൂറേഷനിൽ ലഭിക്കുന്നതായിരിക്കും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത്. ബിക്കോസ് പൈൽ നമ്പർ 1 നിങ്ങളുടെ എനർജി ബാലൻസ് ആക്കി എടുത്ത് അവർക്ക് അനുകൂലമായിട്ട് നിന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റിവിറ്റിയും ഒരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പും തീർച്ചയായും കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പൈൽ നമ്പർ 1 നിങ്ങളുടെ റീഡിംഗ്. ഹോപ്പ് നിങ്ങൾക്ക് ഇത് റെസൊണേറ്റ് ആയെന്ന്. കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഹീലിംഗ് ക്രിസ്റ്റൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം, അഥവാ അല്ലെങ്കിൽ സെക്കൻഡ് പൈലിൽ കാണാം. ഓക്കെ, ബൈ, ലവ് യു ഓൾ. ഹായ് ഗായ്സ്, നിങ്ങൾ സെക്കൻഡ് പൈലായിട്ടുള്ള നമ്മുടെ സപ്പോർട്ട് എന്ന കാർഡാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ സോൾമേറ്റിൻ്റെ എനർജി, നിങ്ങൾ പ്രസന്റ്ലി ഡീൽ ചെയ്യുന്നത് നിങ്ങളുടെ സോൾമേറ്റിൻ്റെ കൂടെ ആണോ, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ഈവൻ നിങ്ങൾക്ക് സെക്കൻഡ് പൈൽ റെസൊണേറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പൈൽ കണ്ടു നോക്കാവുന്നതാണ്. ബിക്കോസ് ഇറ്റ്സ് എ കളക്റ്റീവ് റീഡിങ്. സോ ചിലപ്പോൾ 2 പൈലിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയേക്കാം, ചിലപ്പോൾ നിങ്ങൾ എടുത്ത പൈൽ മാറിപ്പോയേക്കാം. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ നിങ്ങളുടെ പൈൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി തോന്നുന്നില്ലെങ്കിൽ അടുത്ത പൈൽ കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റീഡിങ്ങിലേക്ക് പോകാം. പൈൽ നമ്പർ 2. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് അഥവാ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എനർജി ആയിരിക്കാം ഒരു പരിധിവരെ. ആ ഒരു വ്യക്തി പാസ്റ്റ് ലൈഫിൽ നിന്നാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും കഴിഞ്ഞ ജന്മത്തിൽ ബന്ധമുണ്ട്.
ഈവൻ ഈ ഒരു പേഴ്സണ് നിങ്ങൾക്ക് ക്രഷ് ആയിട്ട് തോന്നിയാലും നിങ്ങൾ മനസ്സിലാക്കുക, ഈ പേഴ്സൺ ഒന്നുകിൽ ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ പിറകെ ഓടി ചേസ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ബിൽഡപ്പ് ചെയ്ത കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ് ഇത് എന്നതാണ് കാണിക്കുന്നത്. അതായത് മുൻപിൽ ഒത്തിരി ചോയ്സസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓൾറെഡി മേ ബി നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ടൈഡപ്പ് ആയിരുന്നപ്പോൾ ആയിരിക്കാം മേ ബി നിങ്ങൾ ഈ ഒരു പേഴ്സണെ മീറ്റ് ചെയ്തത്. അത് നിങ്ങളുടെ മുന്നിൽ ഒത്തിരി അവസരങ്ങളും ചോയ്സസും ഉണ്ടായിരുന്നിട്ടും ഇത് മതി എന്നൊരു ചോയ്സിൽ നിങ്ങൾ എത്തിച്ചേർന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. എക്സ്പെഷ്യലി ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നതാണ് എന്ന് ക്ലിയർ ആയിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ബിക്കോസ് ആദ്യം കിട്ടിയത് ഡെത്ത് കാർഡാണ്, ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡ്. ആൻഡ് ഓൾസോ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ നിങ്ങളുടെ സോൾമേറ്റ് ഒരിക്കലും നിങ്ങളുടെ ഫസ്റ്റ് ലവ് ആകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണെങ്കിലും ശരി, നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒത്തിരി കാർമിക് സൈക്കിൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ലവ് പൊട്ടിപ്പോയിട്ട് മേ ബി സെക്കൻഡ് ലവും തേർഡ് ലവും പൊട്ടിപ്പോയിട്ട് ഫോർത്ത് ലവ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് റെഡി ആകുന്നത്. അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഒരു പാസ്റ്റ് ഉണ്ടായിരിക്കാം, കൈൻഡ് ഓഫ് ഒരു എനർജി ഉണ്ടായിരിക്കാം. മേ ബി ഞാൻ പറഞ്ഞല്ലോ, എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള കണക്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം അത്, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ആയിരിക്കാം. അപ്പം അത് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി നൽകിയില്ല, മേ ബി ഡിവോഴ്സ് ആകാനുള്ള സാധ്യതയുണ്ട്. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ മീറ്റ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട് അഥവാ അല്ലെങ്കിൽ നിങ്ങളുടെ പകുതിയായിട്ട് വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് വളരെയധികം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ മേ ബി വർക്ക് സൈഡ് ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ട്രാവൽ ഇൻഫ്ലുവൻസ് കാണിക്കുന്നുണ്ട്. മേ ബി അവിടെയൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു പേഴ്സണെ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ ഈ ഒരു പേഴ്സണെ കണ്ടതിന് ശേഷം മേ ബി നിങ്ങൾക്ക് സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ കോൺസ്റ്റന്റ്ലി 444 അല്ലെങ്കിൽ 222 അല്ലെങ്കിൽ 1313 എന്ന കൈൻഡ് ഓഫ് രീതിയിലുള്ള വൈബ്രേറ്റഡ് നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ. ആൻഡ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ വൈകിയായിരിക്കും ലഭിക്കുന്നുണ്ടാവുക. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വളരെ വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ആയിരിക്കും. മീൻസ് നിങ്ങൾ ഡൗൺ ആകുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പിറകെ ഓടി നടന്ന് നിങ്ങളെ അപ്പാക്കുന്ന ഒരു എനർജി ആയിരിക്കും ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്നത്. ഈവൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു പേഴ്സൺ വർഷങ്ങളോളോ മാസങ്ങളോളോ ഈവൻ ആഴ്ചകളോളോ സംസാരിച്ചില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ദൂരത്താണെങ്കിലും നിങ്ങളുടെ ഇൻ ബിറ്റ്വീൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും എന്നതാണ്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ക്ലോസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ കുറച്ച് ടൈം പീരീഡ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ കണക്ഷൻ ലോങ് ഡിസ്റ്റൻസ് ആയി പോകും. ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോവുക. പക്ഷെ ആഫ്റ്റർ ദാറ്റ് ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നേക്കാം. കാരണം ഇത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോയിട്ട് ഈ ഒരു പേഴ്സൺ പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യാം. ഈ ഒരു പേഴ്സണും നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. കാരണം പാസ്റ്റ് ലൈഫിലും മേ ബി ഇൻകംപ്ലീറ്റ് റിലേഷൻഷിപ്പിൽ പോയിട്ട് പിന്നെ ഈ ഒരു ലൈഫിൽ തിരിച്ച് നിങ്ങളെ റീഇൻകാർണേറ്റ് ചെയ്തതായിരിക്കാം. ഒന്നുകിൽ ഈ ഒരു പേഴ്സൺ വന്നിട്ട് ആൻസൈറ്റി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഭയങ്കരമായ മോശപ്പെട്ട ട്രോമയിലോ വേദനയിലോ വേദനാജനകമായിട്ടുള്ള റിലേഷൻഷിപ്പിലോ, അല്ലെങ്കിൽ അഥവാ അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലോ ചേരാനുള്ള, അല്ലെങ്കിൽ ആ ഒരു പീരീഡ് നിങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ ഇങ്ങനെ ഒരു പാത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മീറ്റ് ചെയ്യാനുള്ള സമയമായതുകൊണ്ടായിരിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഈവൻ ഓൾറെഡി നിങ്ങളിത് ഡൺ ആയിട്ടുണ്ട് എന്നിട്ടാണ് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയതെങ്കിൽ ആ പ്രസന്റ്ലി ഡീൽ ചെയ്യുന്ന വ്യക്തി ഒരു പരിധിവരെ നിങ്ങളുടെ സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റാറ്റസും നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റാറ്റസും വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ട്രീമിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രീമിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ നിങ്ങളുടെ വർക്ക് പാറ്റേൺസ് വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കാം, രീതികൾ ഡിഫറെൻ്റ് ആയിരിക്കാം. അതായത് ഇപ്പോൾ ഒരാൾ വലിച്ചു വാരിയിട്ട് അലങ്കോലമായിട്ട് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളും, ഒരാൾ ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് തൻ്റെ ടേബിളിൽ പ്ലാൻസ് ഒക്കെ വെച്ച് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളായിരിക്കാം. ഒന്നുകിൽ ഡിഫറെൻറ്റ് പ്രൊഫഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സെയിം പ്രൊഫഷൻ ആയിരിക്കാം, പക്ഷേ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കാം നിങ്ങളത് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലും ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇന്റർ കാസ്റ്റ്, അല്ലെങ്കിൽ ഇന്റർ റീജിയൻ, അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, വേറൊരു കൈൻഡ് ഓഫ് രാജ്യത്ത് ആയിരിക്കാം, വേറെ നാഷണാലിറ്റിയിലുള്ള ആളായിരിക്കാം ഈ ഒരു പേഴ്സൺ. നിങ്ങളുടെ ഇടയിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ റെസിപ്രിക്കേറ്റ് ചെയ്യുന്ന എനർജി എന്താണ്, പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ട് ചെയ്യുമെന്ന് പറയില്ലേ, അതുപോലത്തെ എനർജിയിലാണ്. സോ നിങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഡ്രോൺ ആണ്, വളരെയധികം നിങ്ങൾ അട്രാക്റ്റഡ് ആണ്, പക്ഷേ നിങ്ങൾ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അത് ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ നിങ്ങൾ അസ്യൂം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ പേഴ്സണാലിറ്റിയും നിങ്ങളുടെ പേഴ്സണാലിറ്റിയും ചിലപ്പോൾ ഏകദേശം വളരെയധികം സെയിം ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം.
മേ ബി നിങ്ങൾ രണ്ടുപേരും മെലിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വണ്ണം വെച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും മേ ബി ഹെയർ ഇഷ്ടമായിരിക്കാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ ട്രഡീഷണൽ ഇഷ്ടമായിരിക്കാം. നിങ്ങൾ ഡിഫറെൻ്റ് ആണെങ്കിലും എന്തൊക്കെയോ നിങ്ങളിൽ മാച്ച്ഡ് ആണ് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. അല്ലെങ്കിൽ മേ ബി നിങ്ങൾ മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് പെട്ടെന്ന് നിങ്ങളെ ഹീൽ ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കാം. അങ്ങനെ അങ്ങനെ അങ്ങനെ. വാവ്, ബ്യൂട്ടിഫുൾ എനർജി. മേ ബി ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ വളരെയധികം ഫിസിക്കലി അട്രാക്റ്റഡ് ആയിരിക്കാം. മേ ബി നിങ്ങൾക്ക് താല്പര്യമുള്ള കൈൻഡ് ഓഫ് എനർജിയേക്കാൾ കൂടുതൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പാഷനേറ്റ് ആയിരിക്കാം. നിങ്ങൾ രണ്ടുപേരും ഡിഫറെൻറ്റ് രീതിയിൽ നിന്ന് ഡിഫറെൻറ്റ് മോഡ് ഓഫ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും, നിങ്ങൾ കോപ്പപ്പ് ചെയ്യും. ഹെവിലി നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റഡ് ആണ് എന്ന കൈൻഡ് ഓഫ് എനർജി കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ ജെൻഡർ റൂൾ കാണിക്കുന്ന ഇതിൽ മെയിൽ എനർജിയാണ് അല്ലെങ്കിൽ ഫീമെയിൽ എനർജി ആണെങ്കിലും നിങ്ങളുടെ ആ ഒരു ഡിഫറൻസസിനെ ഇടയ്ക്കിടയ്ക്ക് കുത്തുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഡിഫറൻസ് കൊണ്ട് നമുക്കിത് വേണോ എന്ന് ചിന്തിക്കുന്ന കൈൻഡ് ഓഫ് എനർജി ഏതോ ഒരു വ്യക്തിയിലുള്ളതായിട്ട് കാണുന്നുണ്ട്. കുറച്ചൊക്കെ കളർഫുൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയായിരിക്കാം. മേ ബി ചുരുണ്ട ഹെയറുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നീളമുള്ള സ്ട്രെയിറ്റ് ഹെയറുള്ള ബ്ലാക്കിഷ് ഹെയറുള്ള ആളായിരിക്കാം. ടാറ്റൂസ് അടിക്കാൻ താല്പര്യമുള്ള വ്യക്തിയായിരിക്കാം. ഷൂസ് ധരിക്കാൻ ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം. വൈബ്രന്റ് ഷെയ്ഡ്സ് ആയിരിക്കുമേ ഇടാൻ ഇഷ്ടമായിട്ടുള്ളത്. അതുപോലെ ഇടുന്ന ഡ്രസ്സുകൾ തമ്മിൽ കോമ്പിനേഷൻ ഉണ്ടോ എന്ന് നോക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളായിരിക്കാം. സെയിമസ് ബ്ലാക്ക് ടു ബ്രൗണിഷ് ഹെയർ ആയിരിക്കാം താല്പര്യം, അല്ലെങ്കിൽ കളേർഡ് ഹെയർ ആകാനുള്ള സാധ്യതയുണ്ട്. മേ ബി കുറച്ച് ഫണി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി വൈബ്രന്റ് ആയിട്ടുള്ള ഗ്രീൻ, പിങ്ക്, ബർഗണ്ടി, യെല്ലോ അങ്ങനത്തെ ഒക്കെ കളർ അടിക്കാൻ താല്പര്യപ്പെടുന്ന ആളായിരിക്കാം. ഒന്നുകിൽ മേ ബി ഭയങ്കര സിംഗിൾ ടോൺ കളർ ധരിക്കാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും, ഇല്ലെങ്കിൽ വൈബ്രന്റ് ആയിരിക്കാം. ഭയങ്കര ഒരു ക്ലാസി ലുക്കുള്ള ഒരു പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ക്ലാസി ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കുന്ന, തൻ്റെ ലുക്കിൽ ഒത്തിരി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. സെൽഫായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. തൻ്റെ ആ ഒരു വ്യക്തിയുടെ ഹാർട്ട് ചക്ര വളരെയധികം ബാലൻസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ മെസ്സേജ് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ എത്ര ഡിപ്രസ്ഡ് ആണെങ്കിലും യു വിൽ ബി ഹാപ്പി. അത്രത്തോളം എനർജി ബൂസ്റ്റ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതിന്റെ റീസൺ ആ ഒരു പേഴ്സന്റെ ഹാർട്ട് ചക്ര വളരെയധികം ബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അൺഹീൽഡ് ആയിട്ടുള്ള വിഷമത്തിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയെയും പെട്ടെന്ന് തന്നെ ഈ ഒരു പേഴ്സൺ ഹീൽ ചെയ്യാൻ സാധിക്കും. മേ ബി ഒരു പേഴ്സൺ ഒരു ഹീലറോ ഹോസ്പിറ്റൽ രീതിയിൽ ജോലി ചെയ്യുന്ന ആളോ കൈൻഡ് ഓഫ് ഒരു ബിസിനസ് മാനോ ലോയറോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റാൾക്കാരെ സഹായിക്കുന്ന കൈൻഡ് ഓഫ് ചാരിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ പോകാൻ താല്പര്യപ്പെടുന്ന ആളായിരിക്കാം. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മൃഗങ്ങളെ അല്ലെങ്കിൽ പക്ഷികളെ വളർത്താൻ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ അവരോട് ടൈം സ്പെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കൈൻഡ് ഓഫ് ക്ലിയർ ഇന്നസെന്റ് മൈൻഡഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗാർഡനിങ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. പൂക്കളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് എനിക്ക് തോന്നുന്നു നിങ്ങൾ പല ഗാർഡൻസിലായിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഫുൾ ഓഫ് ഫ്ലവേഴ്സ് ആയിരിക്കാം ഉണ്ടായിരിക്കുക. കൈൻഡ് ഓഫ് ബട്ടർഫ്ലൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ എൻജോയ് ചെയ്യുന്ന ആളാണ്. അല്ലെങ്കിൽ നേച്ചറിന്റെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മനോഹാരിതകളെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ് ഈ ഒരു പേഴ്സണ്. നേച്ചറിന്റെ അടുത്ത് നിൽക്കുമ്പോൾ കുറച്ചും കൂടി സമാധാനം ഉണ്ടാവുന്നതായിട്ട് ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. കൈൻഡ് ഓഫ് ക്രിസ്റ്റൽസ് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ്. അല്ലെങ്കിൽ മേ ബി ഒരു പേഴ്സൺ ടോട്ടലി ഹീൽഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഹാർട്ട് ചക്ര വളരെയധികം ഹീൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സന്റെ വൈബ്രേഷൻ വളരെ പോസിറ്റീവ് ആണ്. സോ നമ്മളെ മാത്രമല്ല നമ്മുടെ കൂടെയുള്ളവരെയും, അതുപോലെ തന്നെ മേ ബി എക്സ്പെഷ്യലി നമ്മുടെ വീട്ടുകാരെ പോലും കുറച്ചും കൂടി ഒരു കെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വൈബ്രേഷൻ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ഉണ്ടാവുക. അതുപോലെ ഒന്നുകിൽ ഈ ഒരു പേഴ്സണ് ഹൈറ്റ് ഉള്ള വ്യക്തികളെ ആയിരിക്കാം ഇഷ്ടമുണ്ടായിരിക്കുക. തൻ്റെ ആരോഗ്യം കെയർ ചെയ്യാൻ വളരെയധികം താല്പര്യപ്പെടുന്ന, മേ ബി ജിമ്മിൽ പോകാൻ താല്പര്യപ്പെടുന്ന, ഫിറ്റ്നസ് കോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതുപോലെ തന്നെ മേ ബി നിങ്ങളുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി ട്രോമാസ് കിട്ടിയിട്ടുണ്ടായിരിക്കാം. ആ ഒരു ട്രോമ ഒരു പരിധിവരെ ഈ ഒരു പേഴ്സൺ ഹീൽ ചെയ്യാൻ വരുന്ന ആളായിരിക്കാം. ചിലപ്പോൾ മേ ബി നിങ്ങൾ ഇനി ആരെയും പ്രണയിക്കേണ്ട, ഇനി ആരുടെ അടുത്തേക്കും പോകണ്ട, ആർക്കും എന്നെ മാനേജ് ചെയ്യാൻ സാധിക്കില്ല എന്നിരിക്കുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഹീലറായിട്ട് കടന്നു വരും.
ആൻഡ് ഒരു പരിധിവരെ നിങ്ങളുടെ പേഴ്സണെ ആദ്യം തന്നെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യില്ല. നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ ഒത്തിരി സംശയിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ശരിയാകുമോ ഇല്ലയോ എന്നൊരു ആൻസൈറ്റി, ഒരു വെപ്രാളം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, മേ ബി ചിലപ്പോൾ നിങ്ങൾ പല റീഡിങ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. ഈ ഒരു പേഴ്സൺ ഓക്കെ ആണോ, ട്രസ്റ്റ് ആണോ, ജെനുവൻ ആണോ എന്നൊക്കെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ തലങ്ങും വിലങ്ങും യൂണിവേഴ്സിനോട് സയൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഹെഡ് ചെയ്യുന്നത്. പെട്ടെന്ന് എടുത്ത് ചാടാൻ നിങ്ങൾക്കൊരു ഭയമുണ്ടായിരിക്കും. ഒന്നുകിൽ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് സെയിം ആയിരിക്കാം. അങ്ങനത്തെ വൈബ്രേഷൻ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 3 to 4 ഇയർ ഡിഫറൻസ് ആയിരിക്കാം ഉണ്ടായിരിക്കുന്നുണ്ടായിരിക്കാം. ഒത്തിരി ഡിഫറൻസ് കാണത്തില്ലായിരിക്കാം അങ്ങനത്തെ വൈബ്രേഷൻ. കാരണം 15 ദാറ്റ് മീൻസ് 6 and 9 അങ്ങനത്തെ ഒക്കെ ഡിഫറൻസ് ആയിരിക്കാം ഉണ്ടായിരിക്കുന്നുണ്ടാവുക. മീൻസ് ആ ഒരു 2 to 3, 4 ആ ഒരു റേഞ്ചിൽ ഡിഫറൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇല്ലെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. പിന്നെ സെയിം ആയിട്ട് ചില ആൾക്കാർക്ക് മാത്രമേ സെയിം ഏജ് ആയിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ഫീമെയിൽ നിങ്ങളെക്കാളും പ്രായം കൂടിയ ഒരു കൈൻഡ് ഓഫ് എനർജിയിലായിരിക്കാം. ഇവരുടെ ഹാർട്ട് ചക്ര വളരെയധികം ബാലൻസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ താല്പര്യപ്പെടുന്ന ആളായിരിക്കും. ന്യൂഡ് ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ളത് ധരിക്കാൻ താല്പര്യപ്പെടില്ല. ആൻഡ് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വൈറ്റ് ഇട്ടാലും ഒരു എക്സ്ട്രാ സ്പെഷ്യൽ വൈറ്റ് ഫീൽ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു എടുത്ത് കാണിക്കുന്ന ഒരു വൈറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഒക്കേഷണലി മെയിൽസ് ആണെങ്കിൽ അവരുടെ ഹെയർ സ്റ്റൈലുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. ഫീമെയിൽസ് ആണെങ്കിലും അവരുടെ ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. അതുപോലെ ഡ്രസ്സസ് ഒക്കെ വളരെ സെലക്റ്റീവ് ആയിരിക്കും. മേ ബി ഡ്രസ്സസിൻ്റെ ഒത്തിരി കളക്ഷൻസ് അവരുടെ കയ്യിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓർണമെന്റ്സിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു കളക്ടറാണ് നിങ്ങളുടെ സോൾമേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഹോബീസ് കാണാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ഹോബി ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് വളരെയധികം കാം ഡൗൺ ആവാൻ സാധിക്കും. അതുപോലെ തന്നെ വാഹനങ്ങൾ സ്വന്തമാക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളായിരിക്കും. വാഹനങ്ങളിൽ പോകാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയായിരിക്കും. വളരെ വൈബ്രന്റ് കളറുള്ള വാഹനങ്ങൾ എടുക്കുന്ന വ്യക്തിയായിരിക്കും. കുഞ്ഞ് വയസ്സിലെ, അതായത് ഏർലി ഏജിൽ തന്നെ വാഹനങ്ങൾ സ്വന്തമാക്കുന്ന, അത്രത്തോളം വാഹനങ്ങളോട് ചിലപ്പോൾ പ്രേമമുള്ള വ്യക്തിയായിരിക്കാം. അതുപോലെ ഈ ഒരു പേഴ്സൺ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. സ്പിരിച്വലി അവൈക്കൻഡ് ആയിരിക്കാം. സ്പിരിച്വൽ സോണിനെ കുറിച്ച് ഒത്തിരി അറിവുണ്ടായിരിക്കാം. പക്ഷേ വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. മെറ്റീരിയലിസ്റ്റിക് ഗെയിനും ഒരു ലക്ഷറിയസ് ലൈഫും ഈ ഒരു പേഴ്സൻ്റെ എപ്പോഴും ഉള്ള സ്വപ്നമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പേഴ്സൺ ലക്ഷറിയസ് ലൈഫിന് വേണ്ടി എന്തും ചെയ്യുന്ന കൈൻഡ് ഓഫ് എനർജിയിലുള്ള ആളാണ്. ആൻഡ് മണി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ഈ ഒരു പേഴ്സൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് പൈസ ഉണ്ടെങ്കിലേ ഹാപ്പിനെസ് മേടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു അപ്രോച്ച് ആയിരിക്കാം. അതുപോലെ ഈ ഒരു പേഴ്സൺ ഒത്തിരി ചിന്തിച്ചു കൂട്ടുന്ന കൈൻഡ് ഓഫ് എനർജിയിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അത് പുറത്ത് പറയുകയോ പുറത്ത് കാണിക്കുകയോ ചെയ്യാത്ത ആളായതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സിൽ കൂടെ എന്തൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് അറിയാനേ പറ്റില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവർ വളരെയധികം കൂൾ ആൻഡ് കാം ആൻഡ് ക്ലിയർ ആയിരിക്കും. പക്ഷെ ഉള്ളിൽ ചിലപ്പോൾ മേ ബി ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും ഈ പേഴ്സൺ. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കും ഈ ഒരു പേഴ്സൺ ഓൾവേസ് ഹാപ്പി, ഇൻഡിപെൻഡൻ്റ് ആണ്, റെസ്റ്റ്ഫുൾ ആണ്, പീസ്ഫുൾ എനർജിയിലും കാം എനർജിയിലുമാണ് ഇരിക്കുന്നത്. പക്ഷെ ഉള്ളിൽ അങ്ങനെ തിരമാലകളായിരിക്കും ഇമോഷൻസിൻ്റെ, പക്ഷെ പുറത്ത് കാണിക്കില്ല. അതുപോലെ തന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക, ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനൊന്നും വലിയ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. കാരണം ഈ ഒരു പേഴ്സൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യം സെലിബ്രേറ്റ് ചെയ്താൽ അത് ഇല്ലാതായി പോകും, നെക്സ്റ്റ് ഇയർ നമ്മുടെ കൂടെ കാണത്തില്ല, അതുകൊണ്ട് ഒത്തിരി സന്തോഷങ്ങളൊന്നും വേണ്ട എന്നതായിരിക്കാം. ആൻഡ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഉണ്ടായാൽ ഈ ഒരു പേഴ്സൺ അതിനെ നോക്കിയിരുന്നിട്ട് അതിന് പരിഹാരം കണ്ടുപിടിക്കുന്ന കൈൻഡ് ഓഫ് എനർജി കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ 4 വൈബ്രേഷൻ, 6 വൈബ്രേഷൻ, 1, 2, 9 and also 5 and എനിക്ക് തോന്നുന്നു 9 ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ, 9. ഓക്കെ. ആൻഡ് 16 എനിക്ക് ഭയങ്കര 15 and 16 and 13 അതും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. മേ ബി ഇതായിരിക്കാം ഈ ഒരു പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ അഥവാ എന്തെങ്കിലും വൈബ്രേഷൻ. ആൻഡ് ഓൾസോ ടോറസ് ഭയങ്കര ഇതായിട്ട് കാണിക്കുന്നുണ്ട്. സ്കോർപിയോ എനർജി കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ കാപ്രിക്കോൺ എനർജി കാണിക്കുന്നുണ്ട് ഗൈസ്. ആൻഡ് എർത്ത് എലമെന്റ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കാം. ആൻഡ് സോഡിയാക് സൈൻ ആയിട്ട് ഫയർ എലമെന്റിൽ ലിയോ, സജിറ്റേറിയസ് കാണുന്നുണ്ട്, ഏരസും ഉണ്ട്. വാട്ടർ എലമെന്റിൽ പൈസസും ഒക്കെയാണ്. ആൻഡ് ഓൾസോ എയർ എലമെന്റിൽ ജെമിനി, ലിബ്ര, അക്വാരിയസ് കാണിക്കുന്നുണ്ട്. സോ ഇത് നിങ്ങളുടെ പേഴ്സന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റിന്റെ സോഡിയാക് സൈൻ ആയിരിക്കാനുള്ള സാധ്യത കാണുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ
എനർജീസ് വൈസ് നിങ്ങളിത് കണക്ട് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് എനർജി ആയിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്. ഓൾറെഡി നിങ്ങൾ മാരിഡ് ആണ് ഈ ഒരു പേഴ്സണുമായിട്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ചും കൂടി ഈ ഒരു പേഴ്സണിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിച്ചു നോക്കുക. നിങ്ങളുടെ റിലേഷൻ കുറച്ചും കൂടി ബെറ്റർ ആവും. നിങ്ങളൊരു കണക്ഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു പേഴ്സണെ എപ്പോഴും നിങ്ങൾ ടൈംഡ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വെക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ വഴുതി പോകാനുള്ള ചാടി പോകാനുള്ള സാധ്യതകളൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കണക്ഷൻ ഇച്ചിരി നമ്മളൊന്ന് സൂക്ഷിച്ച് ഒതുക്കി നമ്മുടെ ചിറകുകളുടെ ഉള്ളിൽ ഒതുക്കി പിടിക്കണം ഈ ഒരു പേഴ്സണെ എന്ന കൈൻഡ് ഓഫ് എനർജി കാണുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ നിങ്ങളൊരു ക്രഷ് എനർജി ഇതുമായിട്ട് മാച്ച് ആവുമോ എന്ന രീതിയിലാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഫയൽ നമ്പർ 2 എങ്കിൽ ഈ ഒരു ക്രഷ് ഭാവിയിൽ നിങ്ങളുടെ സോൾമേറ്റ് ആകാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ വൈബ്രേഷനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. പക്ഷെ ചുരുക്കം ആൾക്കാർക്ക് എനിക്കിവിടെ മനസ്സിലാവുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകും. നിങ്ങളുടെ ആ ഒരു സോൾമേറ്റ് വൈബ്രേഷൻ ഒരു പെർട്ടിക്കുലർ എക്സ്റ്റെന്റ് വരെ പോവുകയുള്ളൂ. അല്ലെങ്കിൽ സോൾമേറ്റ് വൈബ്രേഷൻ നിങ്ങൾക്ക് മാരേജിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുകയില്ല. അതൊരു പാരലൽ ആയിട്ടുള്ള കണക്ഷൻ ആയിട്ടോ മേ ബി ഒരു എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള അഫെയർ ആയിട്ടോ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ബിക്കോസ് മേ ബി നിങ്ങളുടെ ഒരു പ്രസന്റ് കാർമിക് ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ ഡിറ്റാച്ച് ആയി പോകത്തില്ല അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന്. അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന അത്രത്തോളം ഇൻവോൾവ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയെന്ന് വരില്ല. ബൗണ്ടറീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മേ ബി അങ്ങനത്തെ കൈൻഡ് ഓഫ് ആണെങ്കിൽ. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചൊന്ന് സൂക്ഷിച്ചു വെക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. ആൻഡ് ഓവർലി നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി സംസാരിക്കാൻ നിന്നാൽ ചില സമയങ്ങളിൽ ഓക്കെയാണ്. പക്ഷെ എപ്പോഴും ഈ ഒരു പേഴ്സൺ ഭയങ്കര നല്ലൊരു ലിസണർ ആയിരിക്കണം എന്നില്ല. ഈ ഒരു പേഴ്സന്റെ മൂഡ് ഓക്കെ ആകുമ്പോൾ ഈ പേഴ്സൺ വളരെ നല്ലൊരു ലിസണർ ആയിരിക്കാം. പക്ഷെ ഈ ഒരു പേഴ്സൺ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ നമുക്കത് അറിയാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു പേഴ്സൺ അപ്പം നല്ലൊരു ലിസണർ ആകില്ല. ആൻഡ് ചില സമയങ്ങളിൽ ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഹി ഓർ ഷീ അരോഗൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഭയങ്കര സർപ്രൈസിങ് ഇഫക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നോ കോണ്ടാക്റ്റിലാവാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ ഈ ഒരു പേഴ്സൺ നമ്മളായിട്ട് കുറേ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന എനർജി കാണുന്നുണ്ട്. ആൻഡ് നമ്മൾ സംടൈംസ് നമ്മൾ ഫെഡപ്പ് ആയി പോകും ഒരു വിവരവും ഇല്ലാതെ പോകുമ്പോഴത്തേക്ക്. പിന്നെ ട്രാൻസ്പെറൻസി ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ എന്നാലും എവിടെയൊക്കെ ഒരു അൺക്ലിയർ ആയിട്ടുള്ള സംഭവം നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു പേഴ്സന്റെ സ്വഭാവം കാരണം. ഓക്കെ, അങ്ങനത്തെ വൈബ്രേഷൻസ് ഒക്കെയാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. ഫർദർ മോർ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണം താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾക്ക് ഒരു പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാം. ഫർദർ മോർ നിങ്ങൾക്ക് എനർജൈസ്ഡ് ക്രിസ്റ്റൽസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ സ്റ്റോൺസ് ആൻഡ് എലഗൻസിൽ പോയി ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.